ക്രിസ്തുയേശുവിൽ ഞങ്ങളുടെ പ്രിയ സഹോദരിമാർക്ക് സ്നേഹമുണ്ട്. യേശുനാഥൻ എന്നും ലോകത്തിന്റെ വെളിച്ചമായിരുന്നു. ഇരുളിൽ തപ്പിത്തടയുന്നവനെ വെളിച്ചത്തിലേക്ക് നയിക്കുവാനാണ് കർത്താവ് മനുഷ്യപുത്രനായി ഈ മണ്ണിൽ അവതരിച്ചത്. കുരുടന്റെ കണ്ണു തെളിച്ചുകൊണ്ടും ചകിടനു കേൾവി പകർന്നുകൊണ്ടും കാരുണ്യരൂപനാമിശുനാഥൻ നാളുകൾ തോറുമേ സഞ്ചരിച്ചു. അതെ, എങ്ങും നന്മയുടെ പൂക്കൾ വെളുത്തിക്കൊണ്ട് കർത്താവ് മുന്നോട്ട് നീങ്ങി. അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നവർക്കും കർത്താവ് ഒരു അത്താണിയായി മാറി. പാപികളായ പലരും മാനസാന്തരപ്പെട്ട് കർത്താവിനെ അനുഗമിച്ചു. സഹൃദരെ, അത്തരമൊരു പരിവർത്തനത്തിന്റെ കഥയാണ് ഞങ്ങൾ ഇന്നിവിടെ കഥാപ്രസംഗ രൂപേണ അവതരിപ്പിക്കുവാൻ പോകുന്നത്. കഥയുടെ പേര് സക്കായിയുടെ മാനസാന്തരം. പുതിയ നിയമത്തിൻ താളിലൂടെ നമ്മൾക്ക് ചെല്ലൊന്നു സഞ്ചരിക്കാം. സുവിശേഷ വചനത്തിൻ വഴിയിലൂടെ നമ്മൾക്ക് മുൻപോട്ട് സഞ്ചരിക്കാം. വരൂ, നമുക്ക് അല്പസമയത്തേക്ക് ജെറിഹോ എന്ന പട്ടണത്തിലേക്ക് കടന്നു ചെല്ലാം. 2000 വർഷം മുൻപുള്ള ഒരു സായാഹ്നം. പട്ടണത്തിൽ നല്ല തിക്കും തിരക്കും കാണുന്നല്ലോ. അതാ അവിടെ നിന്ന് ഒരു ആരവം ഉയർന്നു കേൾക്കുന്നു. എന്താണത്? ദാവീദിൻ പുത്രനാമേശുനാഥൻ വീതിയിലൂടെ വരുന്നുവത്രേ. അത്ഭുത കൃത്യങ്ങൾ ചെയ്തുകൊണ്ടും വീതിയിൽ താനേ വരുന്നുവത്രേ. ദൈവപുത്രനായ യേശുനാഥന്റെ വരവ് പട്ടണവാസികളെ സന്തുഷ്ടരാക്കി. അങ്ങനെ അനേകം കുരുടരും മുടന്തരും രോഗികളും എല്ലാം യേശുനാഥന്റെ അടുക്കലെത്തി. യേശുനാഥൻ അവരെ സുഖപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു. തിരുമൊഴി എന്തെന്നു കേൾക്കുവാനും തിരുമുഖം നേരിട്ട് കാണുവാനും പട്ടണവാസികൾ കൂട്ടമായി നാഥന്റെ ചാരത്ത് വന്നുകൂടി. കുട്ടികളും യുവാക്കളും ദരിദ്രന്മാരും സമ്പന്നരും തൊഴിലാളികളും മുതലാളികളും എല്ലാവരും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ആ വലിയ പുരുഷാരം മുൻപോട്ട് നീങ്ങി നഗരത്തിലെ നാൾക്കവലയ്ക്ക് അപ്പുറത്തുള്ള ആ ഇടുങ്ങിയ വഴിയിലെത്തി. അപ്പോഴാണ് യേശുനാഥൻ രസകരമായ കാഴ്ച കണ്ടത്. അടുത്തുള്ള അത്തിമരത്തിൽ അതാ ഒരു മനുഷ്യൻ ഓന്തിനെ പോലെ പറ്റിച്ചേർന്നിരിക്കുന്നു. ആരാണത്? പച്ചിലച്ചാത്തിൽ മറഞ്ഞിരിക്കും മറ്റനെ സൂക്ഷിച്ചു നോക്കി നാഥൻ. നാട്ടിലെ ചുങ്കപ്പിരിവുകാരൻ സക്കായിയാണെന്നറിഞ്ഞു നാഥൻ. യേശുവിന് അയാളെ ശരിക്കും മനസ്സിലായി. നാട്ടിലെ ചുങ്കപ്പിരിവുകാരനായ സക്കായി ആയിരുന്നു അത്. റോമ ചക്രവർത്തിക്ക് വേണ്ടി ജനങ്ങളിൽ നിന്നും കരം ഈടാക്കിയിരുന്ന ഒരു ക്രൂരനായ ഉദ്യോഗസ്ഥൻ. അദ്ദേഹം ഇസ്രായേൽ മക്കളിൽ നിന്നും അമിതമായി കരം ഈടാക്കിയിരുന്നു. അന്യായമായി കരം വീഴ്ചും മറ്റനെ ദ്രോഹിച്ച കൊള്ള ചെയ്തും സക്കായി അങ്ങനെ കേമനായി നാട്ടിൽ പണക്കാരിൽ മുൻപനായി. പക്ഷേ അതുകൊണ്ട് എന്ത് കാര്യം? നാട്ടിൽ ആർക്കും അയാളെ ഇഷ്ടമായിരുന്നില്ല. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ദുഷ്ടൻ എന്നാണ് ആളുകൾ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. അയൽക്കാർ പോലും അദ്ദേഹത്തെ ഒന്ന് കാണുവാനോ അദ്ദേഹത്തിന്റെ വീട്ടിലേക്കൊന്ന് ചെല്ലുവാനോ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അങ്ങനെ അദ്ദേഹം സമൂഹത്തിൽ ഒരു കുഷ്ഠരോഗിയെ പോലെ വെറുക്കപ്പെട്ടവനായി മാറി. ആരോരും ഇഷ്ടപ്പെടാതെ മണ്ണിൽ ജീവിച്ചിരിപ്പതിരർത്ഥമുണ്ടോ? താനൊരു ചിന്ത മനുഷ്യരെന്ന് അയാൾക്ക് തോന്നി തുടങ്ങി മെല്ലെ. ഈ സന്ദർഭത്തിലാണ് സക്കായി യേശുനാഥനെ പറ്റി അറിയുവാനിടയായത്. ആ ദിവസങ്ങളിൽ 2 വഴിയാത്രക്കാർ തമ്മിലുള്ള സംഭാഷണം സക്കായി ശ്രദ്ധയോടെ കേട്ടു. ഹാ, യേശു എത്ര നല്ലവൻ! അവൻ പാപികളെ മാനസാന്തരപ്പെടുത്തുന്നു, രോഗികളെ സുഖപ്പെടുത്തുന്നു, ഉള്ളവർ ഇല്ലാത്തവർക്ക് ദാനം ചെയ്യണമെന്ന് ഉപദേശിക്കുന്നു. അവനെ കാണുവാൻ ഇതാ ആയിരക്കണക്കിന് ആളുകൾ ഓടിക്കൂടുന്നു. യേശു മഹേശനെ കാണുവാനും സ്നേഹവചനങ്ങൾ കേൾക്കുവാനും സക്കായി അങ്ങനെ കാത്തിരുന്നു.
ദാഹിച്ചു മോഹിച്ചു കാത്തിരുന്നു. ഇതിനിടയിലാണ് യേശുനാഥൻ അവിടെ വരുന്നുണ്ടെന്ന വാർത്ത സക്കായിയുടെ കാതുകളിൽ കേട്ടത്. എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും ഞാൻ യേശുവിനെ കാണും, തിരുവചനം എനിക്കൊന്ന് കേൾക്കണമെന്ന് സക്കായി ഉറപ്പിച്ചു. യേശുനാഥൻ വരുന്ന വഴിയിലേക്ക് സക്കായി ഇറങ്ങിയോടി. പക്ഷെ എന്ത് ചെയ്യാൻ, തിങ്ങി നിറഞ്ഞ ആൾക്കൂട്ടമല്ലേ. സക്കായിക്കുണ്ടോ യേശുവിനെ കാണാൻ പറ്റുന്നു? സക്കായി ആകെ നിരാശനായി. ഇനി ഞാൻ എന്ത് ചെയ്യും? പെട്ടെന്ന് പോം വഴി കണ്ട പോലെ തട്ടിത്തടഞ്ഞു നടന്നു ചെന്നു. തൊട്ടടുത്തുള്ള അത്തിമുകളിൽ കൊമ്പത്തു കേറി മറഞ്ഞിരുന്നു. ഈ കാഴ്ചയാണ് യേശുനാഥൻ ശ്രദ്ധിച്ചത്. പച്ചിലച്ചാപ്പിൽ മറഞ്ഞിരിക്കും മർത്യനെ സൂക്ഷിച്ചു നോക്കി നാഥൻ. നാട്ടിലെ ചുങ്കപ്പിരിവുകാരൻ സക്കായിയാണെന്നറിഞ്ഞു നാഥൻ. യേശുനാഥൻ തന്നെ ശ്രദ്ധിക്കുന്നുവെന്ന് സക്കായിക്ക് മനസ്സിലായി. യേശുനാഥന്റെ മുഖം അദ്ദേഹം കണ്ണുകളൊക്കെ കണ്ടു. സ്നേഹം തുളുമ്പുന്ന കണ്ണുകൾ, പ്രകാശം ചൊരിയുന്ന മുഖം. സക്കായിയുടെ ഹൃദയം ആനന്ദം കൊണ്ട് തുടിതൊട്ടി. യേശുനാഥന്റെ അടുക്കിലേക്ക് ഓടിച്ചെന്ന് യേശുനാഥനെ ഒന്ന് കെട്ടിപ്പുണരുവാൻ അദ്ദേഹം ആഗ്രഹിച്ചു. എന്നാൽ ഈ ജനക്കൂട്ടം തന്നെ പരിഹസിക്കുമോ എന്ന് സക്കായി പേടിച്ചു. ഈ സമയത്താണ് യേശുനാഥന്റെ വിളി സക്കായിയുടെ കാതുകളിൽ കേൾക്കുന്നത്. സക്കായിയെ, മരത്തിൽ നിന്ന് ഇറങ്ങി വരിക, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടിയിരിക്കുന്നു. യേശുനാഥന്റെ വിളി കേട്ട് സക്കായി അത്ഭുതപ്പെട്ടു. എന്ത്? യേശുവിന് എന്നെ അറിയാമെന്നോ? ഇന്ന് യേശുനാഥന്റെ വീട്ടിൽ പാർക്കുവാൻ വരുന്നുവെന്നോ? ഉച്ച ചങ്ങാതി മതിയിടുമ്പോൾ ഏവരും മെല്ലെ നടന്നു നീങ്ങി. സക്കായിയുടെ മനസ്സിനുള്ളിൽ ആനന്ദം തീർന്നു നിവർത്തിയായി. ഇത്രയും ജനത്തിന്റെ മധ്യേ യേശുനാഥൻ എന്നോട് സംസാരിച്ചുവല്ലോ എന്നോർത്ത് സക്കായിയുടെ ഹൃദയം ആഹ്ലാദം കൊണ്ട് നിറഞ്ഞു. എന്നാൽ ഇതൊന്നും അവിടുത്തെ ജനക്കൂട്ടത്തിന് ഇഷ്ടമായിരുന്നില്ല. എന്ത്? നീതിമാനായ യേശു പാവിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നുവെന്നോ? പാവിയുമായി സഹവസിക്കുമെന്നോ? അങ്ങനെ ആളുകൾ ഉദ്ദേശത്തോടെ യേശുവിനെയും സക്കായിയെയും മാറി മാറി നോക്കി. പാവന രൂപേണ യേശുനാഥൻ പാപിയോടൊപ്പം വസിക്കുമെന്നോ? ഈ വിധമുള്ളൊരു ഹീനകൃത്യം ദാവീദിൻ പുത്രനു ചേർന്നതാണോ? അങ്ങനെ ജനക്കൂട്ടം സക്കായിയെയും യേശുവിനെയും മാറി മാറി നോക്കി. ഇതിനിടയിൽ സക്കായിയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വന്നിരുന്നു. സക്കായി യേശുനാഥന്റെ പാദത്തിൽ വീണ് ഇപ്രകാരം പറഞ്ഞു, നാഥ, ഞാനൊരു പാപിയാണ്. എങ്കിലും അങ്ങ് എന്റെ ഭവനത്തിലേക്ക് കടന്നു വന്ന് എന്റെ സ്വത്തിന്റെ പകുതി ഞാൻ രണ്ടർക്ക് കൊടുത്തുകൊള്ളാം. ആരെങ്കിലും ഞാൻ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് 4 മടങ്ങ് ഞാൻ പകരം കൊടുക്കാം. ഇതെല്ലാം കേട്ടും യേശുക്രിസ്തുവിന്റെ മുഖം പ്രസന്നമായി. കാണികളൊക്കെയും നോക്കി നിൽക്കേ കാരുണ്യരൂപേണ യേശുനാഥൻ സക്കായിയുടെ കവിളിൽ നിന്നും ആശ്രുവിൻ മുത്തുകൾ തുടച്ചു നീക്കി. യേശുനാഥൻ സക്കായിയുടെ തലയിൽ തഴുകിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു, മകനെ, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. സക്കായിയുടെ ഹൃദയത്തിൽ ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും പിറന്നു. അങ്ങനെ സക്കായി ഒരു പുതിയ മനുഷ്യനായി മാറി. ഇതെല്ലാം കണ്ടു നിന്ന ജനക്കൂട്ടത്തിന് സക്കായിയോട് സ്നേഹം വർദ്ധിച്ചു. തന്റെ തെറ്റുകൾ തുറന്നു കാണിച്ചു സക്കായി. തെറ്റുകൾ നമ്മൾക്ക് ബോധ്യമായ വേഗം തിരുത്തണം കൂട്ടുകാരെ. ചെയ്യുന്ന തെറ്റുകൾ മൂടിവെച്ചാൽ പാപികളായി കഴിഞ്ഞിടും നാം. പ്രിയ സഹോദരിമാരെ, സക്കായിയെ പോലെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് പല കുറവുകൾ വരും. പല പാപങ്ങളും നാം ചെയ്യുന്നിരിക്കും. നാം ചെയ്യുന്നത് പാപമാണെന്ന് നമുക്ക് ബോധ്യമായാൽ ആ സമയം തന്നെ ഒട്ടും മടിക്കാതെ യേശുക്രിസ്തുവിന്റെ പാദപിടുത്തങ്ങൾ വന്ന് നമ്മുടെ തെറ്റുകൾ നാം ഏറ്റുപറയണം. നാം എത്ര വലിയവരോ ചെറിയവരോ നോക്കാതെ യേശുക്രിസ്തുവിന് മുമ്പിൽ നാം പാപമോചനത്തിനായി യാചിക്കണം. എങ്കിൽ യേശുനാഥൻ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരും. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കഥാപ്രസംഗം ഇവിടെ ഉപസംഹരിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.